രാജ്യത്ത് ഞെട്ടിച്ച ജമ്മു കശ്മീർ ഭീകരാക്രമണത്തിൽ അതേക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ തന്നെയാണ് രാജ്യം. ഇന്ന് വൈകിട്ട് മന്ത്രിസഭാ ഉപസമിതി യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി വിദേശ സന്ദർശനം റദ്ദാക്കി അടിയന്തരമായി തിരികെ എത്തിയിരുന്നു. നാളെയുള്ള ഉത്തർപ്രദേശ് സന്ദർശനവും അവിടുത്തെ ഉദ്ഘാടന ചടങ്ങുകൾ ഉൾപ്പെടെ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പ്രധാനപ്പെട്ട യോഗം നടക്കാൻ പോകുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ സന്ദർശനം ഇന്നലെ അദ്ദേഹം ശ്രീനഗറിൽ എത്തിയതാണ്. ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ന് തിരികെ ഡൽഹിയിലേക്ക് എത്തും എന്നാണ് വിവരം. അതേസമയം തന്നെയാണ് കൊല്ലപ്പെട്ട മൃതദേഹങ്ങൾ ഇപ്പോൾ അവരുടെ നാടുകളിലേക്ക് മടക്കി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഡൽഹിയിൽ നിന്ന് നാവികസേനാ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ, നാവികസേന മേധാവി ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഇപ്പോൾ ബ്രിഗേഡിയർ എൻ ബാലൻ നമുക്ക് പഞ്ചേരുന്നത്. ശ്രീ എൻ ബാലൻ, താങ്കൾക്ക് ഈ സൈനിക മേഖലയിലെ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയത്തിൽ ഇങ്ങനെയൊരു ആക്രമണത്തെക്കുറിച്ച് അതിൻ്റെ നടുക്കത്തിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മൾ തിരിച്ചടിക്കും അക്കാര്യത്തിൽ സംശയമില്ല. അത് സൈനികമായാണോ അതോ മറ്റേതെങ്കിലും മേഖലയിലാണോ? എങ്ങനെയാണ് പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകളെ ദുർബലപ്പെടുത്താൻ കഴിയുക? അതെല്ലാം നമ്മൾ ചെയ്യുമെന്നാണ് നമ്മുടെ കഴിഞ്ഞകാല ചരിത്രവും സർക്കാർ പ്രതിനിധികൾ അക്കാര്യങ്ങളിൽ വിശദീകരണം നൽകുന്നതും. എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? അടുത്തതായിട്ട് 3 തലങ്ങളിലേക്കാണ് ഇത് നീങ്ങേണ്ടത്. തൽക്കാലമായിട്ട് അവിടെ ഈ ഇരിക്കുന്ന ഇതിന്റെ നടുക്ക്, ഈ സംഭവത്തിന്റെ നടുക്ക് ഇരിക്കുന്ന ആളുകളെ സുരക്ഷിതരായിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കുകയും അവിടെ നിന്ന് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുകയും അവരുടെ വീട്ടിലേക്ക് വിനിമയം ഉണ്ടാക്കി അവർ സുരക്ഷിതരാണെന്നുള്ള കാര്യം അറിയിക്കണം. അത് ഉടനെ തന്നെ വേണം. രണ്ടാമത്തത്, ഈ സ്ഥലം ഇവിടെ ആക്രമിച്ചിട്ടുള്ള ഭീകരർ എന്തു വന്നാലും വളരെ ദൂരത്തേക്ക് പോകാൻ ഒരു സംഭവമല്ല. അത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 10-15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഉടനെ തന്നെ അതിനുവേണ്ടിയുള്ള പട്ടാളത്തിന്റെ അല്ലെങ്കിൽ സുരക്ഷാ ബലത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ഇപ്പോഴേക്കും തുടങ്ങിക്കാണും. അവരെ ഈ സ്ഥലങ്ങളിൽ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് അവിടെ പിന്നെ ഓരോ സ്ഥലങ്ങളും ഓരോ ഗുഹ്യ സ്ഥലങ്ങളും എല്ലാം തിരഞ്ഞ് അത് ഈ ഇംഗ്ലീഷിൽ പറയുന്നത് കോമ്പിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ ഓരോ സ്ഥലത്തുനിന്ന് അവരെ എടുത്ത് അവരെ പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉടനെ തന്നെ ഒരു മിലിറ്ററി ആക്ഷൻ ഉടനെ ഉണ്ടാകും. അത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. മൂന്നാമത്തത് എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഉറവിടങ്ങളുണ്ട്. അത് എവിടെ നിന്നാണ്, ഏത് രാജ്യത്ത് നിന്നാണ്, അല്ലെങ്കിൽ ഏത് സംഘടനയിൽ നിന്നാണ്, ഏതൊക്കെ ആളുകൾ ഇതിൽ കൂടെയുണ്ട്, ഇവരോട് സഹകരിച്ചിട്ടുണ്ട്, ഇവർക്ക് വിവരങ്ങൾ എത്തിയെടുത്തിട്ടുണ്ട്, അവർക്ക് അവിടെ നിന്ദിക്കാനായിട്ട് അവർക്ക് ആഹാരം, ഇങ്ങനെയുള്ള സാമഗ്രികളൊക്കെ വേണം. ഇതിനൊക്കെ എല്ലാം ആരൊക്കെയാണ് ഇവർക്ക് ഈ പോഷണം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും തിട്ടപ്പെടുത്തിക്കൊണ്ട് അതും കൂടി അത് പ്രവർത്തനരഹിതമാക്കാൻ ഉള്ള ശ്രമം, അവരെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം കൂടി ഉടനെ തുടങ്ങിക്കാണും. രാഷ്ട്രതലത്തിലാണെങ്കിൽ ഇതിന് ആസൂത്രിതമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളതും മിലിറ്ററി ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇപ്പോഴേ എല്ലാം ശരിയാണ്. വൈകാരിക തലത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന മിലിറ്ററി ഓപ്പറേഷൻസും മറ്റുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമ്മർദ്ദം പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന് മേൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ്. പക്ഷെ പ്രായോഗികമായി എന്ത് ചെയ്യാനാകും എന്നതിലായിരിക്കുമല്ലോ സർക്കാരിന്റെ ആകർഷത. ഇന്നത്തെ വൈകിട്ടത്തെ യോഗം വളരെ പ്രധാനമാകുന്നു. ഇപ്പോൾ അങ്ങനൊരു ദൃശ്യം കാണുന്നുണ്ടാവും ഞങ്ങളുടെ സ്ക്രീനിൽ. കഴിഞ്ഞ ദിവസം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു നാവികസേനാ ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഭാര്യ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന, അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളാണ്. ഇങ്ങനെ എത്രയെത്ര കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുന്ന ഭീകരാക്രമണമാണ് നമ്മുടെ നാട്ടിൽ. അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുന്നു എന്ന തോന്നലിലാണ് ഇങ്ങനെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത് നമ്മളെ ഞെട്ടിക്കുന്നതും. വീണ്ടും പഴയ നിലയിലേക്ക് പോകാനുള്ള കരുത്ത് ഈ ഭീകര സംഘടനയ്ക്കും പാകിസ്ഥാൻ സ്പോൺസേഡ് ഏജൻസികൾക്കും ഉണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ അത് രാഷ്ട്രീയ തലത്തിൽ ചിന്തിച്ച് തീരുമാനിച്ചെടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതിൽ നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ പ്രവചനം നടത്തുന്നതോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്താണ് ഉണ്ടാകാൻ പോകുന്നതോ എന്ന് നമ്മൾ തന്നെ അത് ചർച്ച ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മറുവശത്തിന് അറിയാൻ പറ്റും. അക്കാര്യങ്ങളെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ സീക്രട്ട് ആയിട്ട് തന്നെ വെക്കണം. എന്താണ് നമ്മുടെ പ്രതികരണം എന്നുള്ളത്, നമ്മളുടെ പ്രതികരണം എന്താണെന്ന് നമ്മുടെ എതിരാളികൾക്ക് ഒരിക്കലും ഒരു ഊഹം പാടില്ല. അവരെയും
മുള്ളുമുനയിൽ നിർത്തിക്കൊണ്ട് വേണം നമ്മളെല്ലാം ചെയ്യാനായിട്ട്. എന്തു വന്നാലും ഇത്രയും ഈ കഴിഞ്ഞ ഇത് ഉണ്ടായത് ഊരിയിലുണ്ടായതോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ടായ സംഭവങ്ങളിലെല്ലാം നമ്മൾ വേണ്ട പോലെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് തോതിലാണ് എത്ര ശക്തി പ്രയോഗിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടതും അത് ആലോചിച്ച് പല സംഘടനകളുണ്ട് ഇതിനകത്ത്. നാഷണൽ ഇന്റലിജൻസ് ഏജൻസി, ക്യാബിനറ്റിന്റെ സെക്യൂരിറ്റി കമ്മിറ്റി, ഡിഫൻസ് കമ്മിറ്റി, ഇവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചിട്ടാണ് ഏത് ലെവലിലാണ് ഏത് തലത്തിലാണ് നമ്മൾ ഇതിൽ പ്രതികരിക്കേണ്ടത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇതിന് തക്കതായിട്ട്, അതായത് ഒന്ന് പകരമായിട്ട് നമ്മൾ ഒരു 3 ഇരട്ടിയെങ്കിലും നമ്മൾ പ്രതികരിക്കണം, എന്നാലേ ആ ഇതാകും. തെറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും മാപ്പ് കൊടുക്കുന്നത് ഒരു നല്ല ഒരു ഇതല്ല. കുറ്റം ചെയ്തവർക്ക്, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കണം. അത് ശിക്ഷ കുറച്ച് കൂടുതലായിട്ട് കൊടുത്താലേ ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുവാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആലോചിച്ച് നിരപരാധികളായിട്ടുള്ള ആളുകളെ വധിക്കാനുള്ള അത് നിന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തക്കതും അതിനും കുറച്ച് കൂടുതലായിട്ടും ശിക്ഷ കൊടുക്കണം, പ്രതികരിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള. അങ്ങനെ തന്നെയാണ് പൊതുസമൂഹത്തിന്റെയും ആകെ ഒരു വികാരവും അത് തന്നെയാണ്. ഇപ്പോൾ 6 അംഗ സംഘമാണ് എന്ന് പറയുന്നു. അത്തരം സൂചനകൾ നമ്മുടെ ഏജൻസികൾക്ക്, രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ, നമ്മുടെ സൈനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ എത്ര പേരാണ് വന്നത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയും കൃത്യതയോടുകൂടി അന്വേഷണം മുന്നോട്ട് പോകുന്നു. അങ്ങ് പറഞ്ഞ പോലെ കോമ്പിംഗ് ഓപ്പറേഷനിലേക്ക് കടക്കുന്ന ഘട്ടമാണ്. എല്ലായിടവും സൈന്യം വളഞ്ഞ അവസ്ഥയുമാണ്. പ്രാദേശികമായ പിന്തുണയില്ലാതെ കശ്മീരിൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്ന് അങ്ങയുടെ സേവനകാലത്തെ പരിചയം വെച്ച് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? രണ്ടാമതൊരു കാര്യം കൂടി, പഴയ പിന്തുണ ഇപ്പോൾ കശ്മീരിൽ ഈ ഭീകരവാദത്തിന് ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നൊരു ചോദ്യം കൂടിയില്ലേ? ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഏത് ടെററിസ്റ്റ് ഓപ്പറേഷനും ഇത്രയും ദൂരത്ത് നിന്ന് വന്ന ആളുകൾ അവിടെ വന്നിട്ട് അവിടെ കുറെ നാൾ താമസിച്ച് നിരീക്ഷിച്ചിട്ടുള്ള എന്നിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണിത്. അതായത് നിരപരാധിയായിട്ടുള്ള ആളുകൾ, ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ പോകുന്ന സ്ഥലത്ത് പോലീസ് സുരക്ഷ ഇല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ പട്ടാളം ഇല്ലാത്ത സ്ഥലത്തോ അവർ തെരഞ്ഞെടുത്ത് അവിടെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ ആഹാരം ഉണ്ടാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ ഇത് സംഭവിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് ഒരുപക്ഷെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കാം. അങ്ങനെ ഇരുന്നാലും അവിടെ ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ, ഇവരെ ഒരു എല്ലാ കാര്യത്തിലും ഒരു കണ്ണിന്റെ ഒരു, അതായത് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ എത്തിക്കുന്നതെല്ലാം അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള തലത്തിലുള്ള കുറച്ച് ആളുകൾ അവർക്ക് സപ്പോർട്ടിലുണ്ടാകും.